ഹായ് ഡിയേഴ്സ്, നീറ്റ് 2024 റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഓൾ ഇന്ത്യ റാങ്ക് 142 മേടിച്ചുകൊണ്ട് 715 മാർക്സോടുകൂടി നമ്മുടെ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൻ്റെ സ്റ്റുഡൻറ്റ് ഏബൽ ബിജു നമ്മളോടൊപ്പം ചേരുകയാണ്. ഏബലിനോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. എക്സാം സ്ട്രാറ്റജി, ടൈം മാനേജ്മെൻറ്റ്, എങ്ങനെ ഒരു എക്സാം ഫേസ് ചെയ്യണം, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഏബലിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് ഏബൽ. ഏബലിന് ഈ 142 എന്ന ഓൾ ഇന്ത്യ റാങ്ക് നേടുമ്പോൾ എന്താണ് ഏബലിന് ആദ്യം പറയാനുള്ളത്? റാങ്ക് കിട്ടിയതിന് വളരെ സന്തോഷമുണ്ട്. ഇത്രയും കിട്ടുമ്പോൾ ഒരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു. ദൈവത്തിനോട് നന്ദിയുണ്ട്. ഹെൽപ്പ് ചെയ്ത എല്ലാവരോടും ആക്ടറാണ്. ഓക്കെ, ഏകദേശം 25 ലക്ഷത്തോളം ആൾക്കാർ എഴുതുന്ന ഒരു എക്സാമിൽ നിന്നാണ് ഓൾ ഇന്ത്യ റാങ്ക് ആയ 142 നേടി ഏബൽ ബിജു ഈ വിജയം കരസ്ഥമാക്കിയത്. അപ്പം ഏബൽ, ഈ ഒരു പ്രിപ്പറേഷനിലേക്ക് ഏബലിനെ കൂടുതൽ ഹെൽപ്പ് ചെയ്തതൊക്കെ ആരൊക്കെയാണ്? എൻ്റെ ഫാമിലി വളരെ സപ്പോർട്ടീവായിരുന്നു, ഹെൽപ്പ് ചെയ്തത്. പിന്നെയാണെങ്കിൽ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ റിസോർട്ട്നെസ് കോർഡിനേറ്റർ ബിജു സാർ, ഡയറക്ടർ സെബാസ്റ്റ്യൻ സാർ, എല്ലാവരും വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ സ്കൂളിലെ ബ്രില്യൻറ്റിലെ എല്ലാ ടീച്ചേഴ്സും വളരെ സപ്പോർട്ടീവായിരുന്നു, എല്ലാവരും ഹെൽപ്പ് ചെയ്തു. ഏബൽ പഠിച്ചത് മാന്നാനം കെയിലായിരുന്നു അല്ലേ? കെയിലെ +2 ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലായിരുന്നു അല്ലേ? ഓക്കെ, നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ +2 ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലാണ് ഏബൽ പഠിച്ചത്. അപ്പം അങ്ങനെ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ പഠിച്ചപ്പോൾ മോനെ ഇപ്പോൾ ബോർഡ് എക്സാം ഫേസ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ട് വല്ലതും വന്നിരുന്നോ? ഇല്ല, എൻട്രൻസ് കോച്ചിങ്ങിന് കൂടുതൽ സമയം എടുത്ത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിരുന്നു. പൊതുവെ എല്ലാവർക്കും തോന്നുന്ന ഒരു ഡൗട്ടാണ് ഈ എൻട്രൻസ് കോച്ചിങ്ങും ബോർഡ് എക്സാമിനുള്ള പ്രിപ്പറേഷൻ എല്ലാം കൂടെ ഒരുമിച്ച് പോകുമെന്ന് പൊതുവെ തോന്നുന്ന ഒരു ഡൗട്ടാണ്. അപ്പം അതിന് മോൻ എന്താണ് പറയാനുള്ളത്? അത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതിനെല്ലാം എൻട്രൻസ് കോച്ചിങ് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ മാത്സിനും ഇംഗ്ലീഷിനും കുറച്ച് എക്സ്ട്രാ സമയം കൊടുത്തു മറ്റേ ബോർഡിന്. പക്ഷേ അല്ലാതെ ബാക്കി എല്ലാത്തിനും അത്രയും കുഴപ്പമില്ലാതെ പോയി. ഓക്കെ, ഇപ്പം മിക്ക കുട്ടികളും ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പം 200 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ ഇപ്പോഴത്തെ ഒരു എക്സാമിൻ്റെ പാറ്റേണിന്. അപ്പോൾ ഈ 200 ക്വസ്റ്റ്യൻസിന് ശരിക്കും 200 മിനിറ്റ്സ് ആണ് നമുക്കുള്ളത്, അതായത് 3 hours 20 minutes. അപ്പോൾ ആ 3 hours 20 minutes എടുത്ത് വേണോ നമ്മൾ ഈ 200 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ, അതോ കുറച്ച് സമയം ഇട്ടിട്ട് വേണോ നമ്മൾ ചെയ്ത് തീർക്കാൻ? കുറച്ച് സമയം ഇങ്ങനെ ബാക്കി വരാൻ വേണ്ടി പ്രിപ്പയർഡ് ആയിട്ട് അങ്ങനെ ഒരു ഇത് പോയാൽ മതി. കാരണം ലൈക്ക് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എത്ര സമയം എടുക്കുന്ന ലാസ്റ്റ് വരുമ്പോൾ. ഓക്കെ, അപ്പം മോൻ യൂഷ്വലി ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ്? ഈ കംപ്ലീറ്റ് ടൈം എടുത്താണോ ചെയ്യുന്നത്, അതോ കുറച്ച് ടൈം വിട്ട് ചെയ്യും? അതായത് 10 minutes ഒക്കെ കുറച്ച് അങ്ങനെയാണോ, അതോ? സത്യം പറഞ്ഞാൽ ഞാനാണെങ്കിൽ എപ്പോഴും പറ്റുന്നത്ര സ്പീഡ് ട്രൈ ചെയ്യുന്നത്. ഞാനെപ്പോഴും ഒരു ഭയങ്കര സ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ജസ്റ്റ് തീരുള്ളായിരുന്നു. നീറ്റിനും അങ്ങനെയായിരുന്നു, ജസ്റ്റ് അത്രയും സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഭയങ്കര സ്പീഡ് ചെയ്തിട്ട് ഫിസിക്സിൽ അങ്ങനെ ഒരു പറ്റിയ കേരള സിസ്റ്റം. ഓക്കെ, അപ്പം ഒരു എന്താ പറയുന്നത്, നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ കുറച്ചൊരു സമയം നമ്മുടെ ബാക്കപ്പ് എപ്പോഴും മെച്ചമാണ്. ഓക്കെ, അപ്പോൾ ഒരു ഫിസിക്സ് ഒക്കെ എഴുതുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആദ്യത്തെ റീഡിങ്ങിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടണമെന്നില്ല. അപ്പോൾ മോൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അപ്പോഴാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിൽ അത് അപ്പോഴത്തേക്ക് വിട്ടിട്ട് പിന്നെയാണ് ഈ അവസാനം വന്ന് ചെയ്യുന്നതായിരിക്കും. വൺസ് എല്ലാ ക്വസ്റ്റ്യനും കവർ ചെയ്തിട്ട് പിന്നീട് വീണ്ടും ആ ക്വസ്റ്റ്യൻ വന്ന് എഴുതും. ഓക്കെ, അപ്പം ഈ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലുണ്ടായിരുന്നപ്പോൾ മോന് ഡിഫിക്കൽറ്റി ഫീൽ ചെയ്തിരുന്നോ, അതോ നമുക്കെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ബോർഡ് എക്സാമും വളരെ ഈസി ആയിട്ട് എഴുതി പോകാൻ വേണ്ടി പറ്റുമോ? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? പേഴ്സണൽ എക്സ്പീരിയൻസ് അത് ഒരു അത്രയും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ബോർഡ് എക്സാമിന് അത്രയും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല, മോസ്റ്റ്ലി നീറ്റിലായിരുന്നു. ഓക്കെ, അതായത് നമ്മൾ എൻട്രൻസിന് വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ബോർഡ് എക്സാം നമുക്ക് മാർക്ക് സ്കോർ ചെയ്ത് പോകാമെന്ന്. മോസ്റ്റ്ലി ഓക്കെ, പിന്നെ ഈ ബാക്കി അഡീഷണൽ സബ്ജക്ട്സ് ഇംഗ്ലീഷ് ഒക്കെ പക്ഷേ അല്ലാതെ ബാക്കിയെല്ലാം കുഴപ്പമില്ല. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എല്ലാം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ ഡൗട്ട് ക്ലിയറൻസ് സെഷനെ കുറിച്ച് മോൻ്റെ അഭിപ്രായം എന്താണ്? ഡൗട്ട് ക്ലിയറൻസ് എല്ലാം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ടീച്ചേഴ്സ് എല്ലാ സമയത്തും അവിടെ ഉണ്ടായിരുന്ന ഡൗട്ട് ചോദിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഓക്കെ, ബ്രില്യൻറ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസിനെ കുറിച്ചുള്ള മോൻ്റെ ഒരു അസസ്മെൻറ്റ് എന്താണ്? ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. വർക്ക് ബുക്കും ക്ലാസ് നോട്ടും ഒക്കെ അതിൽ കുറേ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം അതിൽ ഉള്ളതുകൊണ്ട് പോർഷൻസ് കവർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ലൈബ്രറിയെ കുറിച്ചോ എന്താണ് അഭിപ്രായം? അത് ലൈബ്രറി ലൈക്ക് കുറേ അഡീഷണൽ റെഫറൻസ് ബുക്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഡൗട്ട് അതിൽ അഡീഷണൽ പോർഷൻസ് നോക്കണമെങ്കിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ എപ്പോഴും പോയി ബുക്സ് ചെയ്ത് എടുക്കാൻ. ഓക്കെ, അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ തന്നെ ബുക്ക്ലെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ലൈബ്രറിയിൽ കുറേ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതും ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. ശരിക്കും നമ്മൾ വൺസ് തിയറി ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നാണ് അല്ലേ? ഓക്കെ, അഡീഷണൽ ആയിട്ട് ലൈക്ക് പോർഷൻസ് അഡീഷണൽ പോകുന്നതിനേക്കാളും അത് കുറച്ചുകൂടെ ഇരിക്കും എപ്പോഴും ലൈക്ക് സെയിം ഈ നീറ്റിൻ്റെ NCERT ബേസ് തന്നെ പഠിക്കുന്നതാണ് ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ
കുറച്ചുകൂടെ പുറത്തോട്ട് ഇങ്ങനെ NCERT സിലബസിന്റെ പുറത്തോട്ട് പോകണ്ട. അപ്പൊ ഏബിൾ പറയുന്ന ഇതാണ്, നമ്മൾ ഔട്ട്സൈഡ് NCERT നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, NCERT ബേസ് ചെയ്ത് അല്ലെ അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഉള്ള ഈ നീറ്റ് എക്സാം അങ്ങനെയാണല്ലോ, ചോദിക്കത്തില്ല. അപ്പൊ NCERT ബേസ് ചെയ്ത് പഠിച്ച് കൃത്യമായിട്ട് എക്സാമിനെ മനസ്സിലാക്കി എക്സാമിന് ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്ത് പഠിച്ച് പോയാൽ മതി. അടുത്തതായിട്ട് നമുക്ക് ഏബിൾ ബിജുവിന്റെ പേരൻസിനെ പരിചയപ്പെടാം. പേരൻസ്, ഫാമിലി, ബ്രദേഴ്സ്, ഗ്രാൻഡ് മദർ ഒക്കെ ഉണ്ട്. നമുക്ക് അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഏബിൾ ബിജുവിന്റെ ഫാദർ നമ്മളോട് ജോയിൻ ചെയ്യുന്നുണ്ട്, ഡോക്ടർ ബിജു സെബാസ്റ്റ്യൻ. നമുക്ക് അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഈ ഒരു സ്കോർ 750 എന്നുള്ള സ്കോർ അറിഞ്ഞപ്പോൾ എന്താണ് ആദ്യം മനസ്സിൽ തോന്നിയത്? ഒത്തിരിയധികം സന്തോഷം തോന്നി, ദൈവാനുഗ്രഹത്തിന് നന്ദി പറഞ്ഞു. മോൻ ഇങ്ങനെ ഒരു ഹൈ സ്കോർ അല്ലേ 700 മേളിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? അവസാനമൊക്കെ ആയപ്പം മാർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഓക്കെ. ഇപ്പൊ നമുക്ക് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ധാരാളം എൻട്രൻസ് കോച്ചിങ് സെന്റർ ഉണ്ട്, പക്ഷെ എന്തുകൊണ്ട് ബ്രില്യന്റ് സെലക്ട് ചെയ്തു എന്ന് അറിയാനൊരു ആഗ്രഹമുണ്ട്. അതിന് പ്രത്യേകിച്ചൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. അതിന് എന്താണെന്ന് പറഞ്ഞാൽ അത്രയും ആത്മാർത്ഥമായിട്ടുള്ള ഒരു സമീപനം അത് വേറെ ഒരു സെൻറ്ററിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സാറുമാരാണേലും ബിജു സാറ്, എലിസബത്ത് മിസ് എല്ലാം വളരെ എന്ന് പറഞ്ഞാൽ മക്കളെ പോലെ അത്ര ആത്മാർത്ഥമായിട്ട് വേറെ ഒരിടത്തും അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റത്തില്ല, കിട്ടുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. അത്രയും വളരെ ആത്മാർത്ഥമായ സമീപനം, അവരുടെ എല്ലാം വളരെ ചിട്ടയായിട്ടുള്ള പരിശീലനം, പരീക്ഷകൾ എല്ലാം അതിന് കൂടുതലായിട്ടൊന്നും ഒരിക്കലും സാധിക്കുമെന്ന് തോന്നുന്നില്ല. അത്രയും സിൻസിയറായിട്ടുള്ള ഒരു അപ്രോച്ചാണ്, അതിൻ്റെ റിസൾട്ട് ആയിരിക്കണം. എനിക്ക് തോന്നുന്നു എക്സാം ഒക്കെ കഴിയുമ്പോഴാണെങ്കിലും നമ്മുടെ അപ്രോച്ച് അല്ലേ, അപ്പം സെൻട്രൽ ഇൻചാർജ് ആണ് ബിജു സാർ ആണെങ്കിലും എല്ലാവരും അതിനകത്ത് 101% ആത്മാർത്ഥമായിട്ടാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മിസ്സാണെങ്കിലും എപ്പോഴും വിളിക്കും, സാറ് വിളിക്കും, എല്ലാ കാര്യങ്ങളും പറയും. ചെറിയ കാര്യങ്ങളിൽ പോലും വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അത് നമുക്ക് അതിൽ കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത്രയും ആത്മാർത്ഥമായിട്ട് അവരെല്ലാം ചെയ്യുന്നത്. ഓക്കെ. ഏബിൾ ബിജുവിൻ്റെ മദർ ഡോക്ടർ സംഗീത റോസ്ലിൻ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. മാം, വെൽക്കം മാം. ഈ ഒരു സ്കോർ അറിഞ്ഞപ്പോൾ മാമിൻ്റെ ആദ്യത്തെ റിയാക്ഷൻ എന്തായിരുന്നു? ഒത്തിരി സന്തോഷമായിരുന്നു, ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്, ഒത്തിരി ദൈവത്തിന് നന്ദി പറഞ്ഞു. പിന്നെ മോൻ അത്ര നല്ല ഹാർഡ് വർക്ക് ചെയ്തിരുന്നു അല്ലേ? മോൻ ഒത്തിരി സിൻസിയറായിട്ട് അവൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവന് ഒരു സമയം പോലും കളഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, എപ്പോഴും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. മാമിന് എന്താ ബാക്കിയുള്ള സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള കോച്ചിങ് സെൻറ്റേഴ്സിനെ അപേക്ഷിച്ച് ബ്രില്യൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ് മാമിന് തോന്നുന്നത്, ആദ്യം മനസ്സിൽ വരുന്നത് എന്താണ്? 100% ആത്മാർത്ഥതയാണ്, 100%. എന്ന് വെച്ചാൽ മൂത്ത മോനും ബ്രില്യൻ്റിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു, അവനും IIT കിട്ടി. അപ്പോഴേ നമുക്കറിയാം, അന്നും അവൻ്റെ കാര്യത്തിലും അവരൊത്തിരി ശ്രദ്ധയായിരുന്നു. അതുപോലെ തന്നെ മോൻ്റെ കാര്യം വന്നപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ളവർ നോക്കുന്നതിനേക്കാളും കാര്യമായിട്ട് എലിസബത്ത് മിസ്സൊക്കെ ഭയങ്കര കാര്യമായിട്ടാണ് നോക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്കതൊരു എന്താ പറയുക, പറയാനൊരു വാക്കില്ല, അതുപോലെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ഓരോ ബിജു സാറൊക്കെ ആണെങ്കിലും പറയുന്ന കാര്യങ്ങൾ ഏബിളിൽ പ്രത്യേകിച്ച് ഭയങ്കര മോട്ടിവേഷനായിരുന്നു. സാറിങ്ങനെ പറഞ്ഞു. അപ്പം അന്ന് ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്കൊന്ന് സാറിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു വന്നിട്ട് പറഞ്ഞു, സാറ് പറഞ്ഞ് 2 വർഷത്തേക്കെല്ലാം മാറ്റി വെക്കണമെന്ന്. അപ്പം ഇനി ഞാൻ ഒന്നിനും ഇല്ല എന്ന് പറഞ്ഞ് അത്രയും അവൻ ആ ഒരു ഡിസിഷൻ അന്ന് തന്നെ എടുത്ത് വന്നിരുന്ന് പഠിക്കുമായിരുന്നു. ആ മോട്ടിവേഷനും ആ കരുതലും ഒക്കെ ഒരു റിസൾട്ടിലേക്ക് എത്തി അല്ലേ? നമുക്കിനി ഏബിളിന്റെ ബ്രദേഴ്സിനെ പരിചയപ്പെടാം. മൂത്ത ഒരു ചേട്ടനുണ്ട്, ഒരു അനിയനും ഉണ്ട്. നമുക്ക് അപ്പം അവരോട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ചേട്ടനാണല്ലേ? ഓക്കെ. പേരെങ്ങനെയാ മോനെ? എന്തെടുക്കുക? ഞാനിപ്പം IIT പാട്നയിൽ ഫസ്റ്റ് ഇയർ ട്രെയിനിങ്. ഓക്കെ. ബ്രില്യൻ്റ് തന്നെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു അല്ലേ? ഓക്കെ. എന്ത് തോന്നുന്നു അനിയൻ്റെ ഈ വിജയത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതിന് ഒത്തിരി സന്തോഷമുണ്ട്, ദൈവത്തിന് ഭയങ്കര നന്ദി പറഞ്ഞ്, പിന്നെ ഭയങ്കര സന്തോഷം. ഓക്കെ. ഇനി ഏബിളിന്റെ അനിയൻ കൊച്ചുണ്ട്, അനിയന്റെ പേരൊക്കെ നമുക്ക് ചോദിക്കാം. എന്താ ഏത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നവൻ? 8th സ്റ്റാൻഡേർഡ്. പേരെങ്ങനെയാ മോന്റെ? ജോയൽ ബിജു. എവിടെയാ പഠിക്കുന്നത്? ഓക്കെ. അപ്പൊ ചേട്ടന്റെ റോൾ മോഡലൊക്കെ ആണോ? രണ്ടുപേരും നല്ലതായിട്ട് പഠിച്ചിട്ട് അവർക്ക് കിട്ടിയ പോലെ എനിക്കും കിട്ടണമെന്നുണ്ട്. വളരെ നന്നായി. അപ്പൊ അതുപോലെ തന്നെ മോന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ. ഏബിളിന്റെ ഗ്രാൻഡ് മദർ നമ്മളോട് ജോയിൻ ചെയ്യുന്നുണ്ട്. വെൽക്കം അമ്മ. എന്താണ് മനസ്സിലാദ്യം തോന്നുന്നത് ഏബിളിന് വിജയം? ഭയങ്കര സന്തോഷം. ആഗ്രഹിച്ച പോലെ അല്ലേ? ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു, അതുപോലെ ദൈവം അനുഗ്രഹിച്ചു. വളരെ സന്തോഷം. വളരെ സന്തോഷം. പേരൻസ് എന്നുള്ള നിലയ്ക്ക്, ഡോക്ടേഴ്സ് എന്നുള്ള നിലയ്ക്ക് എവിടെയാണ് എയിം ചെയ്യുന്നത്? എയിംസ് ആണോ അതോ ജിപ്മർ അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് പ്രിഫർ ചെയ്യുന്നത്?
എയിംസ് ഡൽഹി അല്ലെങ്കിൽ ജിബ്ബർ എന്നുള്ള ഇതിലാണ് ഓക്കെ, അപ്പോൾ ആഗ്രഹം പോലെ തന്നെ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ബ്രില്യൻ കുടുംബത്തിന് വേണ്ടി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.